നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി കുറച്ച് ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്കെതിരെയാണ് പരാതി. അതായത് ഇവിടെ നമ്മുടെ സർക്കാർ നിയമസഭയിൽ കുറച്ച് ബില്ലുകൾ പാസ്സാക്കിയത്രേ. ആ ബില്ലുകളിൽ ഒന്നോ രണ്ടോ ബില്ലുകൾ മാത്രമാണ് ഗവർണർ ഒപ്പിട്ട് കൊടുത്തത്. ബാക്കിയുള്ളത് ഗവർണർ ഒപ്പിടാൻ നിഷേധിച്ചുകൊണ്ട് നേരെ രാഷ്ട്രപതിയിലേക്ക് അയച്ചു അത്രേ. അങ്ങനെ രാഷ്ട്രപതി അതിൽ ഒന്നോ രണ്ടോ ബില്ലുകൾ മാത്രം ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ബാക്കി ഒപ്പിടാതെ അങ്ങോട്ട് മാറ്റിവെച്ചു. ഇപ്പോൾ അത് ഒപ്പിട്ട് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയിരിക്കുന്നത്. അത് രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്കെതിരെ കേസ്. മര്യാദയ്ക്ക് അത് ഒപ്പിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം, ഇതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒപ്പിടാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശം കൊടുക്കണം. ഏതൊക്കെയാണ് കേസ്? ഇപ്പൊ നിലവിൽ കൈയിട്ട് വാരാൻ കഴിയാത്ത ഒരു കേസുണ്ട്, മിൽമ. ആ മിൽമ കൂടി സർക്കാരിന്റെ അധീനതയിൽ വരണം. രണ്ടാമത്തത്, ഇവിടെ സർക്കാരിന്റെ മേൽ കുറച്ച് നിയന്ത്രണങ്ങൾ, SFI ആണ് ഇവിടെ ആകെ പിടിവള്ളി, അതിനെ കടിഞ്ഞാണിടുന്നതിൽ ഗവർണർ വിജയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ തൂക്കിയെറിയണം. ഇത്തരം കാര്യങ്ങളാണ്, ഈ രണ്ട് ബില്ലുകളാണ് പ്രധാനമായും ഒപ്പിട്ട് കിട്ടേണ്ടത്. ഇത് രണ്ടും ഒപ്പിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം നമ്മുടെ നിയമസഭയിൽ എന്തും പാസ്സാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും പാസ്സാക്കാം. അതെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. കേരളം എന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടത്തും നടപ്പിലാകുന്ന ആ നിയമം മാത്രമേ ഇവിടെ നടപ്പിലാകൂ. ഇവിടെ മാത്രം ഒരു സ്പെഷ്യൽ നിയമം പാസ്സാക്കി എടുക്കാൻ പറ്റൂല. അങ്ങനെ പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു ബില്ല് ഞാൻ പറഞ്ഞുതരാം. അതായത് കേന്ദ്രം, അത് നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ, കേരളത്തിന് മാസാമാസം 5000 കോടി രൂപ വീതം ഫ്രീ ആയിട്ട് തരണം. കടമായിട്ടല്ല, ഫ്രീ ആയിട്ട് തരണം. നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പാസ്സാക്കി എടുത്താൽ പോരെ. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ കേന്ദ്രം തന്നോളുമല്ലോ, അത് വാങ്ങാമല്ലോ. ഇവിടെ മാസാമാസം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ശമ്പളം കൊടുക്കാം, അല്ലാത്തത് ദൂർത്തടിക്കാം, ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തൂടെ? അപ്പൊ ബില്ലുകൾ പാസ്സാക്കി എടുക്കുമ്പോൾ എങ്ങനെ പാസ്സാക്കി എടുക്കാം? പക്ഷെ അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും ഉള്ളതുപോലെ തന്നെയാണോ? ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ഭരണഘടനാപരമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്നത് തന്നെയാണോ എന്ന് അറിയണ്ടേ? അതിലെന്തെങ്കിലും അപാകത വന്നാൽ ഇത് തിരുത്താനല്ലേ മറ്റ് ഭേദഗതികളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ സർക്കാരിന് അനുകൂലമായി വിധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും? എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രപതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. ഈ കേരളത്തിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് ആ കാര്യങ്ങൾ, ഒരു പാസ്സാക്കിയെടുത്ത ബില്ലുകൾ ഉള്ളെന്നുണ്ടെങ്കിൽ അത് പാസ്സാക്കി കൊടുക്കേണ്ട, അത് ഒപ്പിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? പ്രസിഡന്റിനുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ മതിയല്ലോ. പ്രസിഡന്റ് ഇവിടെ വേണ്ടല്ലോ. ഇവിടെ ഞാനൊരു റൂം എടുത്തു, ആ റൂമിൽ 2 ടേബിൾ ഇട്ടു, 4 കസേര ഇട്ടു. എനിക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാം, എന്നെ അകത്തിടാം. കാരണം ഞാൻ ചെയ്ത കുറ്റം ആൾക്കാർക്ക് മദ്യപിക്കാനുള്ള സ്ഥലം കൊണ്ട് കൊടുത്തു. വേണമെങ്കിൽ എനിക്ക് വാദിച്ചൂടെ? ഞാനവിടെ മദ്യവിൽപ്പന നടത്തിയിട്ടില്ല, അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. മദ്യം വാങ്ങുന്നവർക്ക് ഇരുന്ന് മദ്യപിക്കാനുള്ള സൗകര്യം മാത്രമേ ചെയ്തു കൊടുത്തോളൂ എന്ന് എനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആകെ 2 കസേര 2 ടേബിളുകൾ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ അതിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാമല്ലോ. പക്ഷേ ഇങ്ങനെയാണ് ഞാൻ പ്രതിയാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിയമവ്യവസ്ഥതയുണ്ട്. അതുപോലെ ഈ സംസ്ഥാനത്തും ചില കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റുള്ളവർ ഇടപെടും. അങ്ങനെ ഇടപെടാനാണ് ഇവിടെ ഗവർണർ ഉള്ളത്, അതിൻ്റെ മേലെ രാഷ്ട്രപതി ഉള്ളത്. അപ്പോൾ രാഷ്ട്രപതിയും ഗവർണറും കൃത്യമായി ഇടപെടും. എന്തിനാണ് ഇവിടെ ഗവർണറെ പുറത്താക്കുന്നത്? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ SFI വിദ്യാർത്ഥികളെ അക്കിവിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ ഗുണ്ടായിസം ഉണ്ടാക്കാം, അതുപോലെ പലരെയും തല്ലിക്കൊല്ലാം. അപ്പോൾ ഈ സർക്കാർ ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അതുപോലെ കെടുകാര്യസ്ഥതയും ഒക്കെ അതിൽ മുങ്ങിപ്പൊയ്ക്കോളും. ഗവർണർക്ക് അതറിയാവുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ അദ്ദേഹം മറ്റ് ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങിയത്. സാധാരണ ആൾക്കാർ ഓണടിച്ച് പാഞ്ഞു പോവുകയാണ് ചെയ്യാറ്. പക്ഷെ ഇദ്ദേഹം അവിടെ ഇറങ്ങിയോട് കളി മാറി. 2 വട്ടം ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്രസേന എത്തി. പിന്നീട് സ്വാഭാവികമായും SFI ഗവർണർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ളൊരു അവസ്ഥ എത്തി. അപ്പോൾ ഗവർണർക്കെതിരെ തിരിയൽ നിർത്തി. പകരം ഇപ്പോൾ സിദ്ധാർത്ഥമാരെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഈ ഭരണ കോട്ടങ്ങൾ, ഇപ്പോഴത്തെ ഭരണ വികലതകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭരണ പരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തടസ്സമായി നിൽക്കുന്നത് ഗവർണറാണ്. ഗവർണർ അവർക്ക് ആവശ്യമായ ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. ഇവരെ എന്തെങ്കിലുമൊക്കെ പാസ്സാക്കി കൊണ്ടുവന്നാൽ അതൊക്കെ ഒപ്പിട്ട് കൊടുക്കണം അത്രേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവർണറെ തന്നെ മാറ്റാനുള്ള, സർവകലാശാല ചാൻസലറായിട്ട് ഗവർണറിന് വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കിയിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി ഒപ്പിടണമെന്ന് സുപ്രീം കോടതി കൽപ്പിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കൽപ്പിക്കുന്നുള്ളത്. ഏതായാലും ഇത് തിരിഞ്ഞു കൊത്തും. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് കൊടുക്കുന്നതിന് ഇരട്ടി തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിലുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ 1-ന് 10 എന്ന നിലയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് മിക്കവാറും നല്ലൊരു അടിയായിരിക്കും സർക്കാരിന് കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞ്
രാഷ്ട്രപതിയിൽ നിന്നും.